നമസ്കാരം. അപ്പോൾ പുതിയൊരു നമ്മുടെ വില്ല പ്രോപ്പർട്ടിയിൽ വരുന്ന നല്ല മനോഹരമായൊരു ഒറ്റ നില വീട് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അത് 22 വില്ല 25 വില്ല വരെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലകത്തുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് 4 സെൻറ്റ് സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം ഉൾപ്പെടെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേബിൾ റൂഫും അതുപോലെ തന്നെ ഫ്ലാറ്റ് റൂഫും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വട്ടിയൂർക്കാവ് സ്ഥലത്ത്, വട്ടിയൂർക്കാവ് കാവുമ്പുറമാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ വട്ടിയൂർക്കാവ് റേഞ്ചിൽ ആരെങ്കിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നില വീട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്, ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്കും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഒരു വീട് വരുന്നത്. ഫ്രണ്ട് മുഴുവൻ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ലോർ സൈറ്റ് തന്നെയാണ്, വാസ്തുപ്രകാരം തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു അടിപൊളി വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത്ര നമുക്ക് വലിയൊരു എൻട്രൻസും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു വണ്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് കോമ്പൗണ്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വൈഡ് എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ആണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. വലിയൊരു XUV കോമ്പാക്റ്റ് വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും നമുക്കിവിടെ വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട്, നമുക്ക് ഒരു കുഞ്ഞൻ സിറ്റ് ഔട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 3D എലിവേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്നാണ് വരുന്നത്. അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ്റെ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് തേക്ക് വർക്കാണ്, തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വർക്കും ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ചെയ്തിട്ടുള്ള പാനൽ വർക്കും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് തേക്കിൻ്റെ തടിയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡോറിൽ കൊടുത്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന അട്രാക്റ്റീവായിട്ട് TV യൂണിറ്റ് എന്ന ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും TV യൂണിറ്റ് ഏരിയ ഒക്കെ നല്ല അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും താഴെയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വരുന്നത്. നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന വാൾപേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ എത്ര നല്ല ഒരു 6 സീറ്റർ ടേബിളും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിടക്കുന്ന കിച്ചണിലോട്ട് നമുക്കൊന്ന് പോവാം. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന കിച്ചൺ. ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സൈഡിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ
ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിങ്കും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് കിച്ചണിൻ്റെ ഈ ഒരു വർക്ക് തീർത്തിട്ടുള്ളത്. 12x10 ഡയമെൻഷനാണ് നമുക്ക് കിച്ചണിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പണി ചെയ്ത് തീർത്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീട്ടിലെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട് 4 സെൻറ്റിലാണ്, 1000 സ്ക്വയർ ഫീറ്റിലാണ്, 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ ഇൻബിൽഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു കബോർഡ്, ചെറിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ, മിനി കബോർഡ് അവിടെ വരുന്നുണ്ട്. ഹോൾ റൂഫ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുകളിലും എല്ലാം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാൾ റൂഫ്സാണ് നമുക്ക് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ, ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് ഇൻക്ലൂഡ് ആക്കി ചെയ്തിട്ടുള്ള ഒരു വാൾ റൂഫ്സാണ്. മുകളിൽ നമുക്ക് നോക്കുമ്പോൾ സീലിംഗ് എല്ലാം നമുക്ക് വന്നേക്കുന്നത് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് കാര്യങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വാൾ റൂഫ്സ് ഓൾറെഡി ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഫോൾ സീലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിനും നമുക്ക് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വാൾ റൂഫ്സ് കാര്യങ്ങൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ, മിറർ പ്ലസ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു റൂമിൻ്റെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. ഇവിടെ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടെല്ലാം യൂസ് ആക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത് തീർത്ത ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു ഒറ്റ നല്ല വീട് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 46 ലക്ഷമാണ്. 48 ലാക്സ് ആണ് നമുക്ക് ചോദിക്കുന്നത്. 46 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.